ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ഒരു പ്രൊമോ ആയിരുന്നു കേട്ടോ ഇന്ന് എന്താണെങ്കിലും വന്നിട്ടുള്ളത്. കാരണം രണ്ട് മൂന്ന് നല്ല അടിപൊളി സീനുകൾ ഇന്നത്തെ പ്രൊമോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാം അല്ലെ. അപ്പോൾ ഗോവിന്ദൻ ഉണ്ണി വളരെയധികം ടെൻഷനിലാണ്. കാരണം നീരജയും കാർത്തിക്കും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇന്ന് അറിഞ്ഞു. കാർത്തിക് കയറി ഗോവിന്ദന്റെ കഴുത്തിന് പിടിച്ചു. അങ്ങനെ ഹെവി ഡാർക്ക് സീനുകളായിരുന്നു ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പോൾ പുള്ളിയുടെ ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ബാംഗ്ലൂരിൽ നിന്നും നീരജിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് ദൂരേക്ക് കൊണ്ടേ മാറ്റണം. ഇല്ലെങ്കിൽ ഈ പത്മ കേസ് പോലെ താനും ഇനി ഇത് നീരജ കേസ് എന്ന് പറഞ്ഞ് പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് ഗോവിന്ദനുണ്ണി വൈഫിനോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമുണ്ട് അല്ലെ. ഇതുപോലെ ഒരു ക്രിമിനലിന് പോയി തല വെച്ചിട്ട് നീരജ് കൊടുത്തല്ലോ എന്ന്. സ്വന്തം അച്ഛനെ പറ്റി അവൾ ഒരു വാക്ക് പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛൻ്റെ അന്തസ്സിനെ പറ്റി അല്ലെ അച്ഛൻ്റെ മാനസിക അവസ്ഥയെ പറ്റി അവൾ ചിന്തിച്ചിട്ടില്ല അല്ലെ. ഇതുപോലെ ഒരുത്തിൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഗോവിന്ദനുണ്ണിയുടെ മനസ്സും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് അവൾ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും അതിൻ്റെ ടെൻഷനിലാട്ടോ പുള്ളി എന്താണെങ്കിലും ഉള്ളത്. അപ്പോൾ നീരജനെ ബാംഗ്ലൂരിൽ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി നീരജനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മുടെ പ്രൊമോയിലേക്ക് നമുക്ക് പോകാം. പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത്, അതായത് ഈ ഗോവിന്ദനും ഈ കാർത്തിക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈ ഗോവിന്ദനെ കയറി കഴുത്തിൽ പിടിക്കുന്ന സീന്, ഇതെല്ലാം തന്നെ അനുപമ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അനുപമയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൂട്ട് എന്ന് പറയുന്നത് കാവ്യാണ്. അപ്പോൾ എന്താണെങ്കിലും കാവ്യയോട് വിളിച്ച് എല്ലാ സംഭവങ്ങളും ഈ അനുപമ പറയും കേട്ടോ. അപ്പോഴായിരിക്കും ഈ കാവ്യ അറിയുന്നത് കാർത്തിക്കും ഈ ഈ ഗോവിന്ദനുണ്ണിയുടെ മകളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ള സത്യം കേട്ടോ. അപ്പൊ എന്താണെങ്കിലും പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്നത് കാർത്തികിനോട് കാവ്യ പറയാണ്, നീ ആ നീരജിനെ സ്നേഹിക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ സ്നേഹിക്കുവോ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നീ ഒന്ന് ക്ഷമിക്ക്, ഞാൻ ആദ്യം അവിടെ മരുമകളായിട്ടൊന്ന് കയറി കൂടിക്കോട്ടെ, അതിനുശേഷം നീ സ്നേഹിച്ചോ, ഞാൻ നിനക്ക് സപ്പോർട്ട് തരാം. അപ്പൊ അങ്ങനെ പറയാണ് കേട്ടോ. അതായത് കാവ്യക്ക് ആദ്യം മരുമകളായിട്ട് അവിടെ നിന്ന് കയറി കൂടണം, അതിനുശേഷം കാർത്തികിന്റെ എന്ത് തോന്നിയാസത്തിനും ഫുൾ സപ്പോർട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാവ്യ കാർത്തികിനോട് പറയാണ് കേട്ടോ. അങ്ങനെയാണ് ആദ്യത്തെ ഒരു സീൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും പ്രൊമോയില് വന്ന അടുത്ത സീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം നമുക്കറിയാം, എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അർജുൻ അഞ്ജലിക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, എവിടെയെങ്കിലും വല്ല ലോണും കിട്ടുമോ, അങ്ങനെയൊക്കെ നോക്കി പുള്ളി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പുള്ളി എവിടെയോ പോയി ലോൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ബാങ്കിൽ പോയി ചോദിച്ചു. ഇത് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് രാഘവനുണ്ണി വക്കീല് നമ്മുടെ അർജുനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ 15 ലക്ഷം രൂപയുടെ ആവശ്യം എന്താണ്? അപ്പത്തേനും അർജുൻ കേട്ട് ഞെട്ടും കേട്ടോ. അപ്പൊ അർജുൻ പറയും, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രമേയം നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നീ അവിടെ പോയി ബാങ്ക് ലോണ് 15 ലക്ഷം രൂപ കിട്ടുമോ എന്ന് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് പറയും. അപ്പത്തേനും ശരിക്കും പറഞ്ഞാൽ അർജുൻ ഞെട്ടിപ്പോകും കേട്ടോ. അപ്പൊ മിക്കവാറും അർജുൻ പറയും വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും പറയാം. അതായത് ഞാൻ കൃഷി ആവശ്യത്തിന് എനിക്ക് കുറച്ച് ഷോർട്ടേജ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അർജുൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പിടിച്ചു നിൽക്കാനൊക്കെ അർജുന് കഴിയുമായിരിക്കും. എന്താണെങ്കിലും രാഘവനുണ്ണിയുടെ അടുത്ത് ഈ അർജുൻ അഞ്ജലി ബന്ധം യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം ഈ അനുപമ പറഞ്ഞു എന്നുള്ള സത്യം ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അർജുൻ ഇങ്ങനെ പൈസ അന്വേഷിക്കുന്നുണ്ട്, അതിനുവേണ്ടി തപ്പി നടക്കുകയാണെന്നൊക്കെ എന്താണെങ്കിലും ഈ അനുപമ രാഘവനുണ്ണി വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പൊ അല്ലാതെ പുള്ളി ഈ സംഭവം ഇങ്ങനെയൊക്കെ അറിയാനും ഒരു ചാൻസ് ഇല്ല. ഒരുപക്ഷെ ആയിരിക്കാം പുള്ളി എങ്ങനെയും പുള്ളിയുടെ ഹോൾഡ് യൂസ് ചെയ്തിട്ട് ഈ സംഭവത്തെ പറ്റി അറിഞ്ഞതായിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ അർജുൻ എങ്ങനെയോ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അത് അതായത് ഈ പൈസയെ പറ്റി ചോദിക്കുമ്പോൾ പുള്ളി എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പ്രൊമോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞൊപ്പിച്ച് കഴിഞ്ഞിട്ട് ജീപ്പിനുള്ളിൽ കയറി ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന സീന് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, രാഘവനുണ്ണിയും അനുപമയും തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം തന്നെ മിക്കവാറും ഈ അർജുന് പൈസ
അന്വേഷിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ അനുപമ ഈ രാഘവനോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ നമ്മുടെ അർജുൻ ഏത് വഴിയും സ്വീകരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന രീതിയിൽ അനുപമ പറയുന്നുണ്ട് കേട്ടോ ഈ രാഘവനോട്. എന്താണെങ്കിലും അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ പ്രൊമോയുടെ ഏറ്റവും അവസാനം പ്രൊമോയിൽ വന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സീനാണ്. അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ ജീപ്പിൽ നിൽക്കുമ്പോൾ ശംഖുചക്രം തറവാട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ബൈക്കിൽ പാഞ്ഞങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു ചെക്കൻ്റെ ഒപ്പം. പക്ഷെ അത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ കറന്റ് ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് നീരജയാകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് അത്ര ക്ലിയർ ആവുന്നില്ല നീരജയാണോ അല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നമുക്കത് നീരജ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഗോവിന്ദൻ ബാംഗ്ലൂരിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മിക്കവാറും ഈ കാര്യം നീരജ വിളിച്ച് കാർത്തികിനോട് പറയുമായിരിക്കും കേട്ടോ. അപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞ് മിക്കവാറും നീരജ ഈ പോക്ക് മുടക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വിളിച്ച് കാർത്തികിനോട് വിളിച്ച് ഇവള് പറയും. മിക്കവാറും ഇവളെ അടിച്ചോണ്ട് പോകുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഈ കാർത്തിക് ഈ നീരജനെ അടിച്ചോണ്ട് പോകുന്നതാണെന്ന് പോലും എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബാംഗ്ലൂരിലേക്ക് കടത്തി ബാംഗ്ലൂരിൽ നിന്ന് വേറെ ഏതെങ്കിലും ദൂരെ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കാർത്തികിന് ഒരു രീതിയിൽ നീരജയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജില്ലയ്ക്ക് പുറത്തേക്ക് പോലും പോകാൻ പാടില്ല എന്ന ജാമ്യ വ്യവസ്ഥയിലുള്ളത്. അത് ലംഘിച്ച് പുള്ളി പോകുന്നുണ്ട്. അപ്പൊ ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും. കാർത്തികിന് പിന്നെ നീരജയെ പോയി കാണാനൊന്നും പറ്റുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് തടയാനൊരു പോംവഴി ഇല്ലാത്തത് കൊണ്ട് ഈ നീരജനെ അടിച്ചോണ്ട് ഈ കാർത്തിക് പോയതാണോ എന്ന് സത്യം പറഞ്ഞ് തോന്നിപ്പോവാ. അപ്പൊ ഈ ഇത്ര പെട്ടെന്ന് ഇത് കാർത്തിക് ചെയ്യോ എന്നും, കാരണം ഓൾറെഡി കാവ്യ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും ഉണ്ടല്ലോ. അതായത് നീ ഇപ്പൊ ഒന്ന് അടങ്ങിയിരിക്കുക, നിനക്ക് പ്രേമിക്കാനുള്ള അവസരം ഞാൻ തന്നെ ഒരുക്കി തരാം, ഞാനെന്ന അവിടെ മരുമകളായിട്ട് കയറിക്കോട്ടെ എന്ന് കാർത്തികിനോട് കാവ്യ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർത്തിക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കാർത്തിക്കിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാലോ. ഇപ്പൊ ഗോവിന്ദനുണ്ണിയുടെ കഴുത്തിന് പോലും പുള്ളി കയറി പിടിച്ചു. അതായത് നീരജയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വരെ പുള്ളിനെ തട്ടിക്കളയും എന്ന രീതിയിൽ വരെ ഈ കാർത്തിക് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കൊരു ലേശം വെളിവുറവും കുറച്ച് ഗുണ്ടായുസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഒരു പക്ഷേ ഈ നീരജനെ അടിച്ചുകൊണ്ട് കുറുപ്പിന്റെ വീട്ടിലേക്ക് പോകുമോ എന്ന് ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ പോകുന്ന ആളെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്ന നമ്മുടെ അർജുനെ നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സംഭവം തന്നെയായിരുന്നു പ്രൊമോയുടെ ഏറ്റവും അവസാനം വന്ന സീന എന്ന് പറയുന്നത് അല്ലെ. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക. നല്ലൊരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡ് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരിക്കുക, കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.